ശ്രീ GR അനിൽ, ശ്രീ A റഹീം MP, ശ്രീ ആൻ്റണി രാജു MLA, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, ശ്രീ ജോഷി സാറ്, ശ്രീമതി അംബിക, ശ്രീമതി രഞ്ജനി, കുമാരി മാളവിക മോഹനൻ, ശ്രീമതി ആര്യ രാജേന്ദ്രൻ, D സുരേഷ് കുമാർ, ശ്രീമതി ദിവ്യ S അയ്യർ, ശ്രീ പ്രേംകുമാർ, ശ്രീ K മധുപാൽ, ശ്രീ പ്രിയദർശൻ PS, ശ്രീ C അജോയ്, ശ്രീ K മധു, ഇത്രയും മാന്യ വ്യക്തികൾ ഈ വേദിയിലേക്ക് കടന്നു വരണം. ഏതാനും നിമിഷങ്ങൾക്കകം ആരാധ്യനായ മുഖ്യമന്ത്രി വേദിയിലെത്തും. നമ്മുടെ ചടങ്ങുകൾ നമ്മൾ ആരംഭിക്കും. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിൻ്റെ വിസ്മയ പ്രതിഭ ശ്രീ മോഹൻലാലിന് കേരള സർക്കാരിൻ്റെ ആദരമർപ്പിക്കുന്ന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം. മലയാളിയുടെ അഭിമാനം വാനോളം ഉയർത്തിയ നമ്മുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലിനെ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ചടങ്ങിൽ ആദരിക്കും. ഔപചാരികമായ ഈ ചടങ്ങിനു ശേഷം ശ്രീ മോഹൻലാലിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ രാഗം മോഹനം എന്ന പരിപാടി ഈ വേദിയിൽ അരങ്ങേറും. ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഒരിക്കൽ കൂടി ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ശ്രീ മോഹൻലാൽ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, ശ്രീ ആൻ്റണി രാജു MLA, ശ്രീ ജോഷി സർ, ശ്രീമതി അംബിക, ശ്രീമതി രഞ്ജിനി, മിസ് മാളവിക മോഹനൻ, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ശ്രീ മോഹൻലാൽ, ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ശ്രീ A റഹീം MP, ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IAS, ശ്രീ D സുരേഷ് കുമാർ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഡോക്ടർ ദിവ്യ S അയ്യർ IAS, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ, ശ്രീ K മധു, ചെയർപേഴ്സൺ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ശ്രീ പ്രേംകുമാർ, ചെയർപേഴ്സൺ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, ശ്രീ K മധുപാൽ, ചെയർപേഴ്സൺ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ്, ശ്രീ പ്രിയദർശനൻ PS, മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ശ്രീ C അജോയ്, സെക്രട്ടറി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിൻ്റെ ആദരമർപ്പിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ്. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾക്ക് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ബഹുമാന്യായ മോഹൻലാലിന് ആദരവർപ്പിക്കുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, അധ്യക്ഷൻ കേരളത്തിൻ്റെ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി, നമ്മുടെ എല്ലാം അഭിമാനമായ ശ്രീ മോഹൻലാൽ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഭരത് ശ്രീ മോഹൻലാലിലൂടെ വാനോളമാണ് മലയാളം ഉയർന്നത്. അതുകൊണ്ടാണ് സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനോട് കേരളം ഒന്നടങ്കം ലാൽ സലാം എന്ന് പറയുന്നത്. ഈ പന്തലിൽ തടിച്ചുകൂടിയ ഈ പരിപാടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കാണുന്ന പതിനായിരങ്ങൾ ഒന്നടങ്കം അതുകൊണ്ട് ആവർത്തിക്കുന്നു, ലാൽ സലാം മോഹൻലാൽ. ശ്രീ മോഹൻലാലിനെ ആദരിക്കുന്നതിലൂടെ ആദരിക്കപ്പെടേണ്ട, അംഗീകരിക്കപ്പെടേണ്ട എല്ലാവരെയും സർക്കാർ ചേർത്ത് പിടിക്കുമെന്ന സന്ദേശമാണ് നൽകുന്നത്. ഫാൽക്കെ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മോഹൻലാൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് സിനിമ തൻ്റെ ആത്മസ്പന്ദനമാണെന്ന്. അതുതന്നെയാണ് സർക്കാരും മലയാളികളും ഒരുപോലെ ആവർത്തിക്കുന്നത്. മലയാളത്തിൻ്റെ ആത്മസ്പന്ദനമാണ് ശ്രീ മോഹൻലാൽ. ഒരാഴ്ച കൊണ്ടാണ് ഇത്ര വലിയൊരു സംഗമം സർക്കാർ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ചത്.
ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയും നിർദ്ദേശവും എൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിസഭാംഗങ്ങളുടെ പിന്തുണയും സാംസ്കാരിക വകുപ്പിന് നേതൃത്വം നടന്ന അക്ഷീണ പ്രയത്നവുമാണ് ഈ ചടങ്ങ് വൻ വിജയമാക്കിയത്. കലാപ്രവർത്തകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പും കൈക്കൊള്ളുന്ന നിരവധിയായ പദ്ധതികളുണ്ട്. അറിയപ്പെടാത്ത പ്രാദേശിക തലത്തിലുള്ള സാധാരണ കലാപ്രവർത്തകർ മുതൽ ഫാൽക്കെ അവാർഡ് ജേതാവ് വരെയുള്ളവർക്കൊപ്പം സർക്കാരും സാംസ്കാരിക വകുപ്പും ഉണ്ടെന്നുള്ള സന്ദേശം കൂടിയാണ് ഈ ചടങ്ങ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെയും ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പ് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ 10,000-കണക്കിന് ജനസഞ്ചയവും ഈ മികച്ച സംഘാടനവും. അതുല്യ കലാകാരനായ ശ്രീ മോഹൻലാലിൻ്റെ അഭിനയ വൈഭവത്തെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. ലാലിനെ പോലെ മലയാളികളുടെ മറ്റൊരു അഭിമാനമായ ശ്രീ MD വാസുദേവൻ നായർ ഈ അഭിനയ മാതൃകയെപ്പറ്റി ഒരിക്കൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. ഒരു വശത്ത് അതിതീഷ്ണമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ്, മറുവശത്ത് വളരെ ലോലഭാവമുള്ള നർമ്മബോധമുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു. പത്മഭൂഷൺ, പത്മശ്രീ, മികച്ച നടനുള്ള 2 ദേശീയ അവാർഡുകൾ, 6 സംസ്ഥാന അവാർഡുകൾ എന്നിവ ഈ അഭിനയസിദ്ധിയെ ഇതിനോടകം ലഭിച്ച അംഗീകാരങ്ങളാണ്. മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മണ്ഡലമായ ചെങ്ങന്നൂരിലെ സരസ് മേളയിൽ ശ്രീ മോഹൻലാൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നു. അന്ന് സാംസ്കാരിക വകുപ്പിന് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ പ്രിയപ്പെട്ട ലാലുമായി ഒരു അഭിമുഖം നടത്തിയുണ്ടായി. ഓരോ ചോദ്യവും അതിനുള്ള മറുപടിയും തൻ്റെ അഭിനയ ശൈലിയെ ലാൽ എങ്ങനെ സ്വയം വിലയിരുത്തുന്നെന്ന് വ്യക്തമാക്കി. ജീവിതത്തിൽ ചോദിച്ച ചോദ്യം, താങ്കൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുവാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ മറ്റൊരു മോഹൻലാൽ, ഇതെങ്ങനെ കഴിയുന്നു എന്നായിരുന്നു ചോദ്യം. ക്യാമറയ്ക്ക് മുന്നിൽ മറ്റൊരു കഥാപാത്രമാകുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തെ മോഹൻലാൽ സർഗാത്മകത, ദൈവികത എന്നീ 2 വാക്കുകൾ കൊണ്ടാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഒപ്പം ഒരു വാക്കുകൂടി പറഞ്ഞു, ഡിസപ്പിയറിംഗ് ആക്ടിംഗ് സ്റ്റൈൽ. വ്യക്തി അപ്രത്യക്ഷനാകുകയും കഥാപാത്രം പ്രത്യക്ഷനാകുകയും ചെയ്യുന്ന അഭിനയ ശൈലി. ഇതിൽ പരം മറ്റൊരു വിശകലനം ആവശ്യമില്ല. ഈ അഭിനയ മാതൃക വരും തലമുറക്ക് പ്രചോദനമാണ്. ഈ ശൈലി തലമുറകൾ പഠനവിധേയമാക്കും. പുരസ്കാരങ്ങൾക്കൊപ്പം ജനഹൃദയങ്ങളിൽ ഒരാൾ നേടുന്ന സ്ഥാനമാണ് ചരിത്രത്തിൽ അവശേഷിക്കുക. കലാകാരന്മാർക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം ജനഹൃദയങ്ങളിലെ സ്ഥാനമാണ് പ്രധാനം. ശ്രീ മോഹൻലാലിൻ്റെ കാര്യത്തിൽ ഇവിടെ ഇരമ്പുന്ന ജനസാഗരമാണ് സാക്ഷി. ആ ജനഹൃദയത്തിലാണ് ലാൽ. അവരുടെ ശബ്ദത്തിൽ ഇടകലർന്നുകൊണ്ട് ഞാനും പറയുന്നു, വീണ്ടും ലാൽ സലാം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രി. കഴിഞ്ഞ 6 ദിവസമാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾക്ക് സമയം ലഭിച്ചത്. ഈ 6 ദിവസവും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നോടൊപ്പം നിന്ന് കൈയും മെയ്യും മറന്ന് ഞങ്ങളുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആരാധ്യനായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ആദരപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇച്ഛാശക്തി കൊണ്ട് കേരളത്തെ മാറ്റിമറിച്ച ഈ പരിപാടി ഇങ്ങനെ നടത്തണമെന്നതിനെപ്പറ്റി ആശയവിനിമയം നടത്തിയ പ്രിയപ്പെട്ട മോഹൻലാലിനെ ക്ഷണിച്ച് കേരളത്തിൻ്റെ ആദരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ച ഈ പരിപാടിയുടെ ഓരോ നടത്തിപ്പിനും സംഘാടകനായി, നേതാവായി, എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ സഹായിയായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ആത്മവിശ്വാസമാണ് ഈ 6 ദിവസം കൊണ്ട് ഇത്ര വലിയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ധൈര്യം വന്നത്. അത്രമാത്രം കേരളത്തെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്ന, പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിനെയും സിനിമാ മേഖലയും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ് ഇവിടെ ഈ ആദരവ് നൽകുന്നത്. പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയൻ അവറുകളെ ഞാൻ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും സ്വാഗതം ചെയ്യേണ്ടത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവും ഈ നാടിൻ്റെ അഭിമാനവും മലയാളത്തിൻ്റെ എന്താ പറയുക, ഈ ലോക മലയാളികളുടെ മുമ്പിൽ വാനോളം മലയാളത്തെ എത്തിച്ച മഹാനടൻ ശ്രീ മോഹൻലാലിനെ ഞാൻ ആദരപൂർവ്വം ഈ നാടിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിലുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, പ്രിയങ്കരനായ ശ്രീ ആന്റണി രാജു MLA, ആദ്യമായി കേരളത്തേക്ക് ഫാൽക്കെ പുരസ്കാരം എത്തിച്ച മലയാളത്തിൻ്റെ അഭിമാനമായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, മലയാള സിനിമയുടെ അഭിമാനമായ ശ്രീ ജോഷി സാറ്, മോഹൻലാലിനോടൊപ്പം സിനിമാ രംഗത്ത് തിളങ്ങിയ ശ്രീമതി അംബിക, ശ്രീമതി രഞ്ജിനി, കുമാരി മാളവിക മോഹനൻ, തിരുവനന്തപുരം നഗരസഭയുടെ പ്രിയപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, MP ശ്രീ AA റഹീം, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ D സുരേഷ് കുമാർ, സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ IAS, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക സമിതി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ K മധുപാൽ,
കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ കെ മധു, മാനേജിംഗ് ഡയറക്ടർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ശ്രീ പ്രിയദർശൻ, കേരള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ സി അജോയ് എന്നിവരെയെല്ലാം ഞാൻ ആത്മാർത്ഥമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മുൻവശത്തിരിക്കുന്ന എല്ലാം കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളാണ്. പക്ഷേ ഒരാളിനെ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത അവസാനിപ്പിക്കുകയാണ്. മലയാളത്തെ ലോകോത്തര തലത്തിലെത്തിച്ച ഹാസ്യ ലോകത്തിൻ്റെ എന്താ പറയുക അഭിമാനമായ നമ്മുടെ എല്ലാം അമ്പിളിച്ചേട്ടൻ ജഗദീഷ് ശ്രീകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി ഈ നാടിനു വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാന്യ വ്യക്തികളെയും സഹോദരി സഹോദരന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സ്നേഹസമ്പന്നനുമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാൽ, ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സായാഹ്നം മലയാളിയുടെ സാംസ്കാരിക മനസ്സിൽ എന്നും നിലകൊള്ളുന്നൊരു ചരിത്ര നിമിഷമാണ്. രാജ്യത്തെ പരമോന്നതമായ ചലച്ചിത്ര ബഹുമതി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാള മണ്ണിലേക്ക് മലയാളിയുടെ സ്വന്തം ലാലേട്ടന് വഴിതിരിച്ച് വന്നിരിക്കുകയാണ്. വാനോളം മലയാളം ലാൽ സലാം കേരളം ശ്രീ മോഹൻലാലിന് നൽകുന്ന നന്ദി പ്രകാശനം കൂടിയാണ്. 4 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന പ്രകാശമുള്ള കലാജീവിതം മലയാളത്തിലേക്ക് മാത്രമല്ല 5 ഇന്ത്യൻ ഭാഷകളിലായി സിനിമാറ്റിക് അത്ഭുതങ്ങൾ സമ്മാനിച്ച യാത്ര, 2 പത്മ പുരസ്കാരങ്ങളുടെയും 5 ദേശീയ ചലച്ചിത്ര അവാർഡുകളുടെയും അംഗീകാരങ്ങളാൽ ഉയർന്നിരിക്കുന്ന മഹത്വം. എന്നാൽ ഇത്രയൊക്കെ വിജയങ്ങളുടെ മുകളിലും മലയാള മനസ്സിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ജനങ്ങളുടെ സ്വന്തം ജീവിതാനുഭവം ആയിരിക്കുന്നു മോഹൻലാൽ. നമ്മുടെ കൺമുൻപിൽ തന്നെ അദ്ദേഹം ഒരു നടൻ മാത്രമല്ലെന്ന് തെളിയിച്ചു. പിന്നണി ഗായകനായും നിർമ്മാതാവായും വിതരണക്കാരനായും അവതാരകനായും നാടകനടനായും എഴുത്തുകാരനായും കലയുടെ പലവിധ മുഖങ്ങളെ അദ്ദേഹം ഏറ്റെടുത്തു. പൂർണ്ണ നടൻ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതൊരു വിശേഷണം മാത്രമല്ല, തലമുറകൾ അംഗീകരിച്ച സത്യം കൂടിയാണ്. 1978 തിരനോട്ടം എന്ന ചിത്രത്തിൽ തുടങ്ങി വന്ന കലാജീവിതം 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വഴി മലയാള സിനിമയുടെ വാതിലുകൾ യഥാർത്ഥത്തിൽ തുറന്നപ്പോൾ ഒരിക്കലും അദ്ദേഹം പിന്നോട്ട് നോക്കിയിട്ടില്ല. തുടർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെയും വേറിട്ട തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളിലൂടെയും കലാപരമായ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന ധൈര്യത്തിലൂടെയും മോഹൻലാൽ മലയാള സിനിമയിലെ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത മുഖമായി മാറി. ഗൾഫിലെ തൊഴിലാളികളിൽ നിന്ന് നാട്ടിലെ സാധാരണ കുടുംബങ്ങളിലേക്കും നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായി മാറുകയാണ് ഉണ്ടായത്. സ്വന്തം മുഖച്ഛായക്കപ്പുറം അഭിനയ വൈദഗ്ധ്യത്തിൽ നിന്ന് നേടിയെടുത്ത സൂപ്പർ സ്റ്റാർ സ്ഥാനത്താണ് മലയാളം എന്നറിയപ്പെടുന്നത്. മോഹൻലാലിൻ്റെ ജീവിതത്തിൽ നിന്നും കലാപ്രവർത്തനത്തിൽ നിന്നും നമ്മുടെ യുവതലമുറയ്ക്ക് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം കരുത്ത് കഠിനാധ്വാനത്തിലാണെന്നും സൃഷ്ടിയിൽ സ്ഥിരത വേണമെന്നുള്ളതാണ്. മോഹൻലാൽ ഞാൻ ഒരിക്കലും മായാത്ത ആദരം വീണ്ടും അർപ്പിക്കുന്നു. വാനോളം മലയാളം ലാൽ സലാം വെറുമൊരു ചടങ്ങല്ല, മറിച്ച് മലയാള മനസ്സിൻ്റെ അഭിമാനത്തിൻ്റെ മഹാനിമിഷമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ ഈ കലാജീവിതം ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും നിശാബോധം നൽകട്ടെ. കേരളം എന്നുമെന്ന അഭിമാനത്തോട് ജ്വലിച്ചു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഈ മുൻപിൽ നിൽക്കുന്നവരെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാം. വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് പുറകെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ജഗദീഷ് ശ്രീകുമാർ അടക്കമുള്ള ആൾക്കാരിരിക്കുന്നത്. അവർക്കെല്ലാവരും ഒന്ന് കാണാനുള്ള അവസരം കൂടെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരുന്നു. സർ, മലയാളം വാനോളം ലാൽ സലാം എന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഉദ്ഘാടന പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം
മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ കഴിഞ്ഞ മാസം 23-ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയുണ്ടായി. ചലച്ചിത്ര ലോകത്തെ സമഗ്ര സംഭാവനക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ അടയാളപ്പെടുത്തിയ അടൂർ ഗോപാലകൃഷ്ണന് ഈ അംഗീകാരം ലഭിച്ചത് 2004-ലാണ്. 20 വർഷത്തിന് ശേഷമാണ് ഈ അംഗീകാരം മലയാളത്തെ തേടിയെത്തുന്നത്. സത്യജിത് റായ്, രാജ് കപൂർ, ദിലീപ് കുമാർ, ദേവാനന്ദ്, ലതാ മങ്കേഷ്കർ, മൃണാൽ സെൻ, ശ്യാം ബെനഗൽ, അമിതാഭ് ബച്ചൻ തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ മഹാപ്രതിഭകൾക്കൊപ്പം അമൂല്യമായ ആ സിംഹാസനം കരസ്ഥമാക്കിയിരിക്കുകയാണ് മലയാളത്തിൻ്റെ ഈ ഇതിഹാസ താരം. ദാദാസാഹേബ് ഫാൽക്കെയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ വിസ്മരിച്ചുകൂടാത്ത ഒരു മലയാളിയുണ്ട്. രാജാ രവിവർമ്മയാണത്. കിളിമാനൂരിൽ നിന്ന് പോയ രാജാ രവിവർമ്മ ലോണാവാലയിൽ സ്ഥാപിച്ച സ്വന്തം പ്രസ് വിറ്റ് നൽകിയ പണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന ഫാൽക്കെ തൻ്റെ ആദ്യ ചിത്രമെടുക്കുന്നത്. രാജാ രവിവർമ്മ ഇന്ത്യൻ ചിത്രകലയുടെ ആചാര്യനായി. ഫാൽക്കെ ഇന്ത്യൻ ചലച്ചിത്രകലയുടെ ആചാര്യനായി. ഫാൽക്കെയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന മോഹൻലാൽ ഇന്ത്യൻ ചലച്ചിത്രാഭിനയ കലയുടെ സമുന്നത പീഠത്തിന് അധിപനുമായി. മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യപ്രഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം. ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. ഈ പുരസ്കാരത്തിലൂടെ ദേശീയ തലത്തിൽ നമ്മുടെ സിനിമയുടെ കലാമൂല്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ നേട്ടമാണ് ഈ പുരസ്കാരം. 3 വർഷം കൂടി പിന്നിടുമ്പോൾ മലയാള സിനിമയ്ക്ക് 100 വയസ്സ് തികയുകയാണ്. ശതാബ്ദിയോടടുത്ത മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ. 1978-ലെ തിരനോട്ടം എന്ന സിനിമ മുതൽ കഴിഞ്ഞ 48 വർഷക്കാലമായി മോഹൻലാൽ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ മലയാളിയുടെ സിനിമാനുഭവത്തിൽ ഏറ്റവും സൂക്ഷ്മമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു മോഹൻലാൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ നൽകിയ ഭാവാനുഭവങ്ങൾ. പ്രണയവും പകയും പ്രതികാരവും നൃത്തവും സംഗീതവും ലഹരിയും ഉന്മാദവും തിളച്ചുമറിയുന്ന വേഷപ്പകർച്ചകളായിരുന്നു അതെല്ലാം. അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഇടയ്ക്കെല്ലാം മോഹൻലാലായി പോവുക എന്നതുപോലും ചില മലയാളികളുടെ ശീലമായി. നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും ഇത്രത്തോളം മലയാളിയെ സ്വാധീനിച്ച അധികം താരങ്ങളില്ല. മലയാളിയുടെ അപരവ്യക്തിത്വം അഥവാ ആൾട്ടർ ഈഗോയാണ് മോഹൻലാൽ എന്ന് ബ്രിട്ടീഷ് നരവംശ ശാസ്ത്രജ്ഞരായ ഫിലിപ്പോ ഒസല്ലയും കരോളിൻ ഒസല്ലയും എഴുതിയത് അതുകൊണ്ടാവണം. പ്രായഭേദമന്യേ മലയാളികൾ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഒരംഗമായി അല്ലെങ്കിൽ തൊട്ടയൽപക്കത്തെ പ്രിയപ്പെട്ട ഒരാളായി മോഹൻലാലിനെ മലയാളികൾ കാണുന്നു. സ്ക്രീനിലും സ്ക്രീനിന് പുറത്തും
ആ സ്നേഹവും ആദരവും മലയാളികൾ മോഹൻലാലിന് നൽകിപ്പോരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ നടന ശരീരമാണ് മോഹൻലാലിൻ്റേത്. എത്രയോ തവണ ആയാസരഹിതമായ ആ അഭിനയശൈലി മലയാളികൾ കണ്ടു. ചിത്രവും കിലുക്കവും വന്ദനവും തേന്മാവിൻ കൊമ്പത്തുമെല്ലാം അസാമാന്യമായ ആ മെയ്വഴക്കത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ജീവിതത്തിൻ്റെ സമരമുഖങ്ങളിലെല്ലാം തോറ്റുപോകുന്ന നിരായുധരായ പോരാളികളായ ചില കഥാപാത്രങ്ങൾക്ക് നെഞ്ചുലക്കും വിധം ലാൽ ജീവൻ പകർന്നപ്പോൾ പല മലയാളികളും ആ കഥാപാത്രങ്ങൾക്കൊപ്പം നിശബ്ദമായി കരഞ്ഞു. കിരീടവും ഭരതവും കമലദളവും ദശരഥവുമെല്ലാം നാം അങ്ങനെ നെഞ്ചിലേറ്റിയ സിനിമകളാണ്. ഹിസ് ഹൈനസ് അബ്ദുള്ള പോലുള്ള സംഗീതപ്രധാനമായ സിനിമകളിൽ സെമി ക്ലാസിക്കൽ ഗാനങ്ങൾക്കനുസരിച്ച് സ്വരസ്ഥാനം തെറ്റാതെ ദ്രുതഗതിയിൽ ചുണ്ടുചലിപ്പിച്ചും ചടുലമായ ചുവടുകൾ വെച്ചും ലാൽ ആസ്വാദകരെ വിസ്മയിപ്പിച്ചു. 18-ാം വയസ്സിൽ തിരനോട്ടം എന്ന പടത്തിൽ തുടങ്ങി ഈ 65-ാം വയസ്സിലും അദ്ദേഹം തൻ്റെ അഭിനയ സപര്യ അനുസ്യൂതം തുടരുന്നു. കഴിഞ്ഞ 48 വർഷങ്ങളിൽ 360-ൽ പരം സിനിമകളിൽ മോഹൻലാൽ വേഷമിട്ടിട്ടുണ്ട്. 1986-ൽ 34 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. ഇന്നത്തെ യുവനടന്മാർ പലരും പ്രതിവർഷം 3-4 സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതറിയുമ്പോഴാണ് വൈവിധ്യമാർന്ന ശൈലികളുള്ള നിരവധി സംവിധായകർക്കും വ്യത്യസ്ത പ്രമേയങ്ങളുമായി വന്ന നിരവധി തിരക്കഥാകൃത്തുക്കൾക്കുമായി അദ്ദേഹം തൻ്റെ കഴിവും സമയവും ഊർജവും ഒരു വർഷം 34 സിനിമകളിൽ സമർപ്പിച്ചത്. അതോർത്ത് നാം അത്ഭുതം കൊള്ളുക. അങ്ങനെ നിരവധി അഭിനയ പരീക്ഷണങ്ങളാലും നിരന്തര പരിശീലനത്താലും കടഞ്ഞെടുത്ത അസാമാന്യ വഴക്കമുള്ള താരസാന്നിധ്യമായി മോഹൻലാൽ മാറി. അതുകൊണ്ട് തന്നെ അപാരമായ വൈവിധ്യം നിറഞ്ഞ വേഷപ്പകർച്ചകളാണ് കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി നാം കണ്ടുവരുന്നത്. 1980-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ നായകൻ്റെ പ്രതിയോഗിയായാണ് മോഹൻലാൽ രംഗപ്രവേശം ചെയ്തത്. പിന്നീട് 80-കളിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളേറെയും മധ്യവർഗ മലയാളി യുവാവിൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നവയായിരുന്നു. നാടോടിക്കാറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ടി.പി. ബാലഗോപാലൻ എം.എ. തുടങ്ങിയ സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിലൂടെ അയൽപക്കത്തെ പയ്യൻ എന്ന പ്രതിച്ഛായ മോഹൻലാൽ സ്വന്തമാക്കി. പ്രാരബ്ധങ്ങളുമായി മല്ലിടുന്ന മലയാളി ചെറുപ്പക്കാരുടെ മനസ്സ് കവരുകയും നമ്മുടെ കുടുംബങ്ങളുടെ കണ്ണിലുണ്ണിയായി മോഹൻലാൽ മാറുകയും ചെയ്തു. എം.ടിയുടെയും പത്മരാജൻ്റെയും ലോഹിദാസിൻ്റെയും ശ്രീനിവാസിൻ്റെയും തിരക്കഥയിൽ എഴുതപ്പെട്ട കഥാപാത്രങ്ങൾക്ക് മോഹൻലാൽ ജീവൻ പകരുമ്പോൾ അവയിൽ നാം കണ്ടത് സ്വന്തം ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. 1980 മുതൽ 2025 വരെയുള്ള കേരളത്തിൻ്റെ 4.5 പതിറ്റാണ്ട് കാലത്തെ സാമൂഹ്യവും സാംസ്കാരികവുമായ വികാസ പരിണാമങ്ങൾ, ഈ കാലയളവിലെ മലയാളിയുടെ വൈകാരിക ജീവിതം, മൂല്യബോധങ്ങൾ, സംഘർഷങ്ങൾ എന്നിവയുടെ ദൃശ്യപരമായ അനുഭവരേഖ തന്നെയാണ് മോഹൻലാൽ ചിത്രങ്ങളെന്ന് നിസ്സംശയം പറയാം. അത്രമേൽ സ്വാഭാവികമായാണ് മോഹൻലാൽ ഈ കാലയളവിലെ മലയാളിയെ തിരശ്ശീലയിൽ പകർത്തിവെച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ മലയാളത്തിൻ്റെ യശസ്സുയർത്തിയ വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ മോഹൻലാലിൻ്റെ പ്രകടനം അവിസ്മരണീയമാണ്. അരപ്പട്ടണിക്കാരനായ ഒരു കഥകളി നടൻ്റെ വേഷം
അയത്നലളിതമായാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. വർഷങ്ങളുടെ നിരന്തര പരിശീലനം ആവശ്യമുള്ള കഥകളി വേഷത്തെ വിസ്മയിപ്പിക്കുന്ന പൂർണ്ണതയോടെ അദ്ദേഹം തിരശ്ശീലയിൽ എത്തിച്ചു. ആവശ്യത്തിന് കഥകളി പരിശീലനമില്ലാതിരുന്നിട്ടും ഇത്തരമൊരു തലത്തിലേക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ചിത്രത്തിൽ കൂടെ അഭിനയിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി പറയുകയുണ്ടായി. 1999 കാൻ ചലച്ചിത്രമേളയിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിച്ച ചിത്രമാണിത്. ലോകത്തിൻ്റെ തെറ്റായ കോണിൽ ജനിച്ചു പോയതുകൊണ്ട് മാത്രം ഓസ്കർ കിട്ടാതെ പോയ പ്രതിഭയെന്ന് വാനപ്രസ്ഥം കണ്ട ഫ്രഞ്ചുകാർ പറഞ്ഞപ്പോൾ ഇവിടെ ജനിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല വേഷങ്ങൾ കിട്ടിയത് എന്ന് വിനയാന്യതനായി മറുപടി നൽകിയ മോഹൻലാലിനെ മലയാളിക്ക് അഭിമാനത്തോടെയല്ലാതെ കാണാനാവില്ല. ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കേരളമെന്ന വികാരം മാതൃകാപരമാണെന്ന് പറയട്ടെ. കാവാലൻ നാരായണപ്പണിക്കർ സംവിധാനം ചെയ്ത കർണഭാരം എന്ന സംസ്കൃത നാടകം മോഹൻലാൽ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അവതരിപ്പിക്കുകയുണ്ടായി. മഹാഭാരത കഥയെ ആധാരമാക്കിയുള്ള ഛായാമുഖി എന്ന നാടകത്തിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. അങ്ങനെ തിരശ്ശീലയ്ക്ക് പുറമേ അരങ്ങിലും തൻ്റെ അഭിനയകലയുടെ അപാരത മോഹൻലാൽ കാട്ടിത്തന്നു. അഭിനയകലയുടെ പാഠപുസ്തകം എന്നാണ് അദ്ദേഹത്തിന് പിന്നാലെ സിനിമയിൽ വന്ന പല നടന്മാരും അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അഭിനയകലയോടും സിനിമ എന്ന മാധ്യമത്തോടുമുള്ള മോഹൻലാലിൻ്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും പുതുതലമുറ മാതൃകയാക്കേണ്ടതാണ്. കേരളത്തിൻ്റെ അതിരുകൾ കടന്നും ഈ അഭിനയ വിസ്മയം സഞ്ചരിച്ചിട്ടുണ്ട്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും മോഹൻലാൽ അഭിനയിച്ചു വരുന്നു. മണിരത്നത്തിൻ്റെ ഇരുവർ എന്ന തമിഴ് ചിത്രത്തിൽ MGRനെ അനുസ്മരിപ്പിക്കുന്ന ആനന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാലിൻ്റെ അഭിനയം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു. എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായി ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്ത ചിത്രമാണിത്. രാം ഗോപാൽ വർമ്മയുടെ കമ്പനി എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു ബോളിവുഡിലെ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം വൃഷഭ ഈ മാസം പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്. തമിഴ്, കന്നഡ, ഹിന്ദി, മലയാളം പതിപ്പുകളുള്ള ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണിത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള സൂപ്പർ താരം കൂടിയായി മോഹൻലാൽ മാറിയിരിക്കുന്നുവെന്നതിൻ്റെ തെളിവാണിത്. ഒരേ സമയം നല്ല നടനും ജനപ്രീതിയുള്ള താരവുമായിരിക്കുക എന്നത് എളുപ്പമല്ല. പക്ഷേ മോഹൻലാലിന് നൈസർഗികമായ കഴിവുകൾ കൊണ്ട് അത് അനായാസം സാധിക്കുന്നു. മലയാള ചലച്ചിത്ര വ്യവസായത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്ന ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. പ്രദർശന വിജയം നേടിയ നിരവധി സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. കലാമൂല്യവും വാണിജ്യമൂല്യവുമുള്ള സിനിമകളാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. 1990കളിൽ പ്രണവം ആർട്സ് എന്ന പേരിൽ സിനിമകൾ നിർമ്മിച്ചു തുടങ്ങി. ഭരതം, കാലാപാനി, വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലായിരുന്നു തുടക്കം. 2000 മുതൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ വലിയ ബജറ്റിലുള്ള സിനിമകളൊരുക്കി തിയേറ്ററുകൾ നിറച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര വ്യവസായത്തെ താങ്ങി നിർത്തുകയാണ് മോഹൻലാൽ. 1991 ഭരതം, 1999 വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലൂടെ 2 തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ സ്പെഷ്യൽ ജൂറി അവാർഡും ജൂറി പരാമർശവുമായി
4 തവണ ഈ അഭിനയ പ്രതിഭ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 9 തവണയാണ് മോഹൻലാലിനെ തേടിയെത്തിയത്. പത്മശ്രീ, പത്മഭൂഷൺ, 2 സർവകലാശാലകളുടെ ഡീലിറ്റ് ബിരുദങ്ങൾ, ലഫ്റ്റനൻ്റ് കേണൽ പദവി തുടങ്ങി മറ്റ് നിരവധി അംഗീകാരങ്ങൾ. അക്കൂട്ടത്തിലാണ് ഈ പരമോന്നത ബഹുമതിയുടെ പതക്കവും ചേർത്ത് വെക്കപ്പെടുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായി മലയാളിക്ക് എന്നും അഭിമാനിക്കാനുള്ള നേട്ടങ്ങളുണ്ടാക്കി തരുന്ന മലയാളത്തിൻ്റെ ഇതിഹാസ താരം മോഹൻലാലിനെ സംസ്ഥാന സർക്കാരിൻ്റെ കേരളത്തിൻ്റെ അനുമോദനം അറിയിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി സർ. അടുത്തതായി നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സുവർണ നിമിഷമാണ്. ചലച്ചിത്രകലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിനെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിൻ്റെ വിസ്മയതാരം ശ്രീ മോഹൻലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാവ്യപത്രം സമ്മാനിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ശ്രീ മോഹൻലാലിനെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. കാവ്യപത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ പ്രഭാവർമ്മയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവായ അമിതാഭ് ബച്ചന്റെ പിതാവും പ്രശസ്ത കവിയുമായ ഹരിവംശറായ് ബച്ചനാണ് സരസ്വതി സമ്മാൻ ആദ്യമായി ലഭിക്കുന്നത്. അതേ സരസ്വതി സമ്മാൻ മലയാളക്കരയിലേക്ക് കൊണ്ടുവന്ന കവിയാണ് ശ്രീ പ്രഭാവർമ്മ. ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള രജത കമൽ ദേശീയ പുരസ്കാരം നേടിയ ശ്രീ പ്രഭാവർമ്മ ശ്രീ മോഹൻലാലിനെ കുറിച്ച് എഴുതിയ മനോഹര കാവ്യമാണ് ഈ പ്രശസ്തി പത്രമായി ശ്രീലാലിന് സമർപ്പിക്കുന്നത്. തിരുവനന്തപുരം നീറമൺകര NSS കോളേജിലെ അധ്യാപികയായ ഡോക്ടർ ലക്ഷ്മി ദാസ് മംഗളപത്രത്തിലെ വരികൾ ഈ വേദിയിൽ ആലപിക്കുന്നു. അതിനായി ശ്രീമതി ലക്ഷ്മി ദാസിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രൗഢഗംഭീരമായ വേദിക്കും സദസ്സിനും വിനീതമായ നമസ്കാരം. മലയാളത്തെ വാനോളം ഉയരത്തിലെത്തിച്ച മലയാളിയുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ശ്രീ പ്രഭാവർമ്മ സാറിൻ്റെ തൂലികയിലൂടെ കേരളം നൽകുന്ന ആദരം, മോഹനം. ലോകം 100 യുഗങ്ങളായി ഒരു കനൽ കൊത്തിങ്ങു പ്രാർത്ഥിക്കയാലാകും ചാരുമനോജ്ഞദീപ്തിയുളവാം നീലാഭ്രകാന്തിക്കുമേൽ നീയാം ഭാവസമഗ്ര നാട്യമഹിതശ്രീവിധം ലോകരിൽ സ്ഥായീ ഭാവമണച്ചു നിന്നു തെളിയുന്നു. സ്ഥായീ ഭാവമണച്ചു നിന്നു തെളിയുന്നു സൂര്യതാരോപമം. കാലം ചെന്നു വിളഞ്ഞ കന്മലകൾ നീ നിന്നുള്ളിലെ ഭാവനാലോലത്വം തരുമേതു
നോക്കി നിൽക്കുന്നിവർ. ദൂരത്തതിൻ സാരത്വം തിരിയാതെ വിസ്മിത മനസ്സായി നോക്കി നിൽക്കുന്നിവർ. നീളേ നൂതന ഭാവശില്പമഖിലം നീ നിന്നുടൽ കാതലെ കാലേ തന്നെ കടഞ്ഞു തീർത്തതിൽ നിൻ ഹൃദ്രക്തവും മാംസവും ജീവൻ തന്നെയുമുള്ളതായി അറിയുവോർ ഞങ്ങൾ. മഹാനാട്യമാം വാഴ്വിൻ ചിത്രപടങ്ങൾ കണ്ടു നിറയുന്നു നിന്റെ രംഗങ്ങളിൽ. മഹാനാട്യമാം വാഴ്വിൻ ചിത്രപടങ്ങൾ കണ്ടു നിറയുന്നു നിന്റെ രംഗങ്ങളിൽ. സത്യം സാത്വികമാണുഭാവം ഇഹ നിൻ കണ്ണൊന്നിൽ മറ്റേതിലോ നിത്യം ഘോര നൃശംസരൗദ്രമിനിയും. കൺകോണിലോരായിരം മട്ടിൽ ഹാസമുണർത്തിടും മധുരമാം നർമ്മം. കുറുമ്പേറിടും കുട്ടിത്തം നിറയും കുരുന്നഗതിയ ചുണ്ടത്ത് ഇടം തോളിലും. രാഗം ശത്രുത ഉൾഭയം പ്രണയവും വൈരാഗ്യവും വിസ്മൃതിരോഗം ശാന്തത വൈരമുൽക്കട മഹാദുഃഖം മനോഘർഷവും കറ്റെ കറ്റയെരിഞ്ഞു നിൽക്കുമുയിരിൻ വിഭ്രാന്തിയും ഭ്രാന്തിയും മുറ്റും നിൻമുഖമല്ലി. എങ്ങുമിവരിൽ തീവ്രം പകർന്നു ചിരം നിൻമുഖമല്ലി. എങ്ങുമിവരിൽ തീവ്രം പകർന്നു ചിരം. ലാളിത്യം വിനയത്വമൊട്ടുമകലാതെന്നാളിലും മിന്നി നിന്നാളും തീക്ഷ്ണയുവത്വമങ്ങതിലെഴും ബാലത്വവും ചേരുകിൽ. ലാലത്വം ലാളിത്യം വിനയത്വമൊട്ടുമകലാതെന്നാളിലും മിന്നി നിന്നാളും തീക്ഷ്ണയുവത്വമങ്ങതിലെഴും ബാലത്വവും ചേരുകിൽ. ലാലത്വം മഹിതത്വമേറുമതിനാലേ ധന്യമീ കേരളശ്രീലത്വം. ശുഭമാർന്നു നന്ദി പറയാമീ മോഹനത്വത്തിനായി. മഹിതത്വമേറുമതിനാലേ ധന്യമി കേരളശ്രീലത്വം. ശുഭമാർന്നു നന്ദി പറയാം ഈ മോഹനത്വത്തിനായി. ശുഭമാർന്നു നന്ദി പറയാം ഈ മോഹനത്വത്തിനായി. മാം, അടുത്തതായി ശ്രീ മോഹൻലാലിനുള്ള ചിത്ര സമർപ്പണമാണ്. എ രാമചന്ദ്രൻ്റെ താമരക്കുളത്തിൻ്റെ ലോകം എന്ന ചിത്രമാണ് സമർപ്പിക്കുന്നത്. കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ചിത്രകലാരംഗത്തെ അതുല്യ പ്രതിഭയാണ് കഴിഞ്ഞ വർഷം അന്തരിച്ച എ രാമചന്ദ്രൻ. കേരള ചുവർചിത്രകലയുടെയും മിനിയേച്ചർ പെയിൻറ്റിങ്ങിൻ്റെയും സാരാംശം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം രചിച്ചിട്ടുള്ളത്. രാമചന്ദ്രന് താമരക്കുളം വെള്ളവും പൂക്കളും മാത്രമായിരുന്നില്ല, അതൊരു വിശ്വം തന്നെയായിരുന്നു. ഓരോ ചിത്രവും പ്രകൃതിയുടെ കവിതയിലേക്ക് തുറക്കുന്ന ജാലകം പോലെയാണ്. പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, ജീവൻ്റെ ആഴത്തിലുള്ള വൈവിധ്യവും ഇതിൽ പ്രതിഫലിക്കുന്നു.
ഇന്ത്യൻ ചിത്രകലാരംഗത്തെ അതികായൻ്റെ വിഖ്യാത രചന സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ മോഹൻലാലിനെയും ക്ഷണിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ വി ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, പ്രിയപ്പെട്ട ശ്രീ സജി ചെറിയാൻ മിനിസ്റ്റർ, വളരെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ GR അനിൽ, മറ്റ് എല്ലാ ബഹുമാനായ വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ആകെ പ്രിയപ്പെട്ട ലാലേട്ടൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വാക്കുകൾക്കപ്പുറം അഭിമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. കേരളത്തിൻ്റെ ഈ അതുല്യ പ്രതിഭ ഇവിടെ തൊട്ടുമുമ്പ് ആലപിച്ച വരികളിലെ പോലെ എങ്ങനെ ഒരു മനുഷ്യൻ എത്രത്തോളം ഉയർന്നു പോകുമ്പോൾ വിനയവും ലാളിത്യവും എങ്ങനെ ആ മനുഷ്യനിൽ സന്നിവേശിക്കുന്നു എന്നുള്ളതാണ് ആ കവിതയിൽ കൂടെ നമ്മൾ കേട്ടത്. അങ്ങേയറ്റം അർത്ഥസമ്പുഷ്ടമാണ് ലാലേട്ടൻ്റെ ജീവിതം. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അത് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ ഇനിയും ഭാവിയിൽ കേരളത്തിനും നമ്മുടെ നാടിനും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി സർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ഏറെ ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലാലേട്ടൻ, വേദിയിലുള്ള ധനകാര്യമന്ത്രി ഉൾപ്പെടെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ അടക്കമുള്ള ബഹുമാന്യരെ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹിതരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് മോഹൻലാലിനെ സ്വീകരിക്കാൻ ഈ വേദി ഒരുക്കിയതിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോഹൻലാലിന് കൂടുതൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മലയാളത്തിലെ ആദ്യത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവും ലോകാരാധ്യനായ ചലച്ചിത്രകാരനുമായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ KN ബാലഗോപാൽ, ശ്രീ GR അനിൽ, ശ്രീ റഹീം MP, ശ്രീ ആൻ്റണി രാജു, ശ്രീ ജോഷി, ശ്രീ അംബിക, ഇതൊരു വിട്ടുപോയത് ശ്രീ അധ്യക്ഷനായ ശ്രീ ശിവൻകുട്ടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് മോഹൻലാലിനോടൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ല, അത് സംഭവിച്ചില്ല. പക്ഷേ മോഹൻലാലിൻ്റെ കഴിവുകളെപ്പറ്റി അങ്ങേയറ്റം അഭിമാനിക്കുകയും അതിന് ആദരവ് നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സന്ദർഭവശാൽ പറയട്ടെ, ശ്രീ മോഹൻലാലിന് അഭിനയത്തിനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് നൽകുന്ന ജൂറിയുടെ അധ്യക്ഷനായിരുന്നു ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഉള്ള ബഹുമതികൾ ആരംഭിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇന്ന് 2 ദശാബ്ദം മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളോ വലിയ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന
ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും പ്രത്യേക താല്പര്യമെടുത്താണ് അദ്ദേഹത്തിനെ ഇതുപോലെ ആദരിക്കുന്നത്. അതിലെനിക്ക് നിങ്ങളെല്ലാവരോടൊപ്പം എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ വലിപ്പം ഈ വേദി പങ്കിടുന്ന ഓരോരുത്തർക്കും അറിയാം, ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും അറിയാം. ഇത് പ്രതിനിധീകരിച്ച ആളാണ് ശ്രീ മോഹൻലാൽ. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ മലയാളിക്കും തങ്ങളുടെ സ്വന്തം പ്രതിബിംബം ഈ നടനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും, നമ്മുടെ മലയാളികളായ അവരെവിടെ ജീവിക്കുന്നവരായാലും അവരുടെ എല്ലാം സ്നേഹപാത്രമായിട്ട് മാറാൻ കഴിഞ്ഞത്. മോഹൻലാലിന് ഇനിയും വരുന്ന എത്രയോ ദശാബ്ദങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതവും കൂടുതൽ വിജയവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. നമസ്കാരം. നന്ദി സർ. ആശംസാ പ്രസംഗത്തിനായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി ശ്രീമതി അംബികയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അവിടുത്തെ ആൾക്കാർ ലാലേട്ടനെ ഒരു പ്രാവശ്യം പോലും, തമിഴ്, തെലുഗു, കന്നഡ, ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒരിക്കൽ പോലും മോഹൻലാൽ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ലാലേട്ടനെ കാലം വയസ്സിന് മൂത്ത ആൾക്കാർ പോലും നിങ്ങളുടെ ലാലേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ എന്നാണ് പറയാറ്. സോ അപ്പോൾ എല്ലാവരുടെയും സൗത്ത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിൽ അഭിനയിക്കുന്നതുകൊണ്ട് എനിക്കതറിയാം. ലാലേട്ടൻ എന്നുള്ള വാക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ലാലേട്ടൻ്റെ മൈൽ സ്റ്റോണായിട്ട് മാറിയിട്ടുള്ള 2 പടങ്ങൾ, വിൻസെൻ്റ് ഗോമസിൻ്റെ കൂടെ ആൻസി ആയിട്ടും സാഗർ ഏലിയാസ് ജാക്കിയുടെ കൂടെ അശ്വതി വർമ്മയായിട്ടും അഭിനയിക്കാൻ കഴിഞ്ഞ എനിക്ക് ഈ ഫംഗ്ഷന് വരാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഡയറക്ടർ ഇത് എവിടെ ഇരിക്കുന്നുണ്ട്, മധുചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ അപ്പോൾ ലാലേട്ടൻ്റെ ഈ ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ അതെനിക്കൊരു വലിയൊരു മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തിന്. അതിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ഒപ്പം ലാലേട്ടൻ ഈ അവാർഡ്സ് ഇത്രയും നല്ല വളരെ വർഷങ്ങൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇതുപോലെ വീണ്ടും അവാർഡ്സ് കിട്ടുമ്പോൾ എന്നെയും വിളിച്ച് വീണ്ടും ലാലേട്ടനെ കാണാൻ, നിങ്ങളോടൊപ്പം കാണാൻ ഇവിടെ വരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മാം, ഈ വേദിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആദരം ഏറ്റുവാങ്ങിയ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാലിനെ മറുപടി പ്രസംഗത്തിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ ജി ആർ അനിൽ, ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, വേദിയിലെ സദസ്സിലെ മറ്റ് വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള പരമോന്നത പുരസ്കാരം ഡൽഹിയിൽ വെച്ച് ഏറ്റുവാങ്ങുമ്പോൾ മുമ്പ് ഇത് ഏറ്റുവാങ്ങിയ മഹാരഥന്മാരെക്കുറിച്ച് മാത്രമല്ല ഞാൻ ഓർത്തത്. സിനിമ എന്ന കലാരൂപത്തിന് വേണ്ടി ദാദാസാഹിബ് ഫാൽക്കെ എന്ന മനുഷ്യൻ്റെ സമർപ്പിത ജീവിതം എൻ്റെ മനസ്സിലൂടെ ഒരു തിരശ്ശീലയിൽ എന്ന പോലെ കടന്നുപോയി. മുംബൈയിലെ പ്രശസ്തമായ JJ സ്കൂൾ ഓഫ് ആർട്സിലെ ചിത്രകലാ വിദ്യാർത്ഥിയിൽ തുന്നും തുടങ്ങി രാജാ ഹരിചന്ദ്ര എന്ന സിനിമയിലേക്ക് അദ്ദേഹം നടന്ന് തീർത്ത ദൂരങ്ങൾ, പഠനങ്ങൾ, പരീക്ഷണങ്ങൾ, അധ്വാനങ്ങൾ, സ്വപ്നത്തെ വേട്ടയാടി പിടിക്കുന്ന ഒരു മനസ്സിൻ്റെ ആവേഗങ്ങൾ, അത് മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ശിരസ് ഈ ഭൂമിയോളം കുനിഞ്ഞു. എൻ്റെ കഴുത്തിലണിഞ്ഞ പതക്കത്തിൻ്റെ ഭാരം ഞാൻ ആഴത്തിൽ തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷങ്ങളിൽ. ഞാനടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും 120 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു. രാജാ ഹരിചന്ദ്രയിൽ നിന്നും ഇന്ത്യൻ സിനിമ എത്രയോ മുന്നോട്ട് പോയി. അതിൻ്റെ ആകാശം ഒരുപാട് വിശാലമായി. അപ്പോഴും ആ ആകാശത്തെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം ദാദാസാഹിബ് ഫാൽക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിദൂര നക്ഷത്രത്തെ ഞാൻ വണങ്ങുന്നു. ഡൽഹിയിൽ വെച്ച് അതിവിശിഷ്ടമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ നിമിഷത്തേക്കാൾ
ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇത് ഞാൻ ജനിച്ചു വളർന്ന് കൗമാരവും യൗവനവും ചെലവഴിച്ച മണ്ണാണ്. എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ്. ജീവിതത്തിൻ്റെ സങ്കീർണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ്. ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ്. എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ്. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചു പിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയശേഷിക്ക് സാധിക്കുന്നില്ല. 48 വർഷങ്ങളുടെ ദീർഘമായ നടപ്പാതയിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നു ഞാൻ. സിനിമ എന്ന സങ്കീർണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിൻ്റെ വഴിയോരങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടു എന്നോർക്കുമ്പോൾ ഇപ്പോഴെനിക്ക് ഭയം തോന്നുന്നു. അതിൻ്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും ട്രെയിൻ കയറി ഞങ്ങൾ മദ്രാസിലേക്ക് പോയി. മദ്രാസിയിലെ സിനിമ സ്റ്റുഡിയോകളിൽ ചുറ്റിത്തിരിഞ്ഞു. ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പാച്ചിക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാസിലിനെ അയച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. 48 വർഷങ്ങൾ. ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ട് മുന്നേയും ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു. എൻ്റെ മുഖത്ത് ദൃശ്യം എന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ഛായമുണ്ടായിരുന്നു. അതോർക്കുമ്പോൾ വിധി ഏതൊക്കെ വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നോർത്ത് വിസ്മയിച്ചു പോകുന്നു. അഭിനയകാലത്തെ ഒരു മഹാനദിയായി സങ്കല്പിച്ചാൽ തീരത്തെ മരശിലയിൽ നിന്നും അതിലേക്ക് വീണ ഒരു ഇലയാണ് ഞാൻ. ഒഴുക്കിൽ മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആ ഇലയെ ഏതൊക്കെയോ കൈകൾ വന്ന് താങ്ങി. പ്രതിഭയുടെ കയ്യൊപ്പുള്ള കൈകളായിരുന്നു അവയെല്ലാം. വലിയ എഴുത്തുകാർ, സംവിധായകർ, നിർമ്മാതാക്കൾ, ഛായാഗ്രാഹകന്മാർ, എൻ്റെ മുഖത്ത് ചായം തേച്ചവർ, കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചമടിച്ചവർ. ശിക്ഷിതനായ ഞാൻ ചെയ്തതെല്ലാം മടുപ്പില്ലാതെ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ. ഇത് തന്നെയാണോ എൻ്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ എന്നെ വിളിച്ചുണർത്തിയത്. ഇപ്പോഴും ഞാൻ ആ മഹാനദിയുടെ പ്രവാഹത്തിലാണ്. മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ എന്നെ പിടിച്ചുയർത്തുന്നു. ഇനിയും ഒഴുകൂ എന്ന് പറയുന്നു. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. എൻ്റെ ഈ അഭിനയ സഞ്ചാരത്തിനൊപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ യാത്രയും അതിൻ്റെ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളും നിറഭേദങ്ങളും ഞാൻ കാണുന്നു. നമ്മളെത്ര മാറി. നമ്മുടെ വേഷം, ഭാഷ, ബന്ധങ്ങൾ, രുചി, സ്വപ്നങ്ങൾ, ആസ്വാദനശീലങ്ങൾ, സാമ്പത്തിക അവസ്ഥ, സാംസ്കാരിക സമീപനങ്ങൾ, പ്രണയസങ്കല്പങ്ങൾ, രാഷ്ട്രീയം, ജീവിതശൈലികൾ എല്ലാം എത്രയോ മാറി. നിലക്കടലെക്കുറിച്ച് കൊട്ടകയുടെ ഉഷ്ണത്തിൽ വെന്തിരുന്ന് സിനിമകൾ കണ്ട നാം ഇപ്പോൾ മൾട്ടിപ്ലക്സിൻ്റെ തണുപ്പിൽ മലർന്ന് കിടന്നുകൊണ്ടുവരെ സിനിമ കാണുന്നു. സ്കൂൾ ബെഞ്ചിൽ തൊട്ടടുത്തിരിക്കുന്നവർ മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ. ആഗോള സൗഹൃദമാണ് അവർ ആഘോഷിക്കുന്നത്. എല്ലാ കലാരൂപങ്ങളും കാലത്തിനനുസരിച്ച് പുതിയതായി. സിനിമയുടെ ആഖ്യാനം അപ്പടി മാറി, സാങ്കേതികത മാറി. ഈ മാറ്റത്തിനെല്ലാം നടുവിലൂടെയാണ് ഞാൻ എൻ്റെ യാത്ര നടത്തിയത് എന്നോർക്കുമ്പോൾ ഏതോ ഒരു അജ്ഞാത ശക്തിയുടെ അനുഗ്രഹവും കരുതലും എനിക്ക് അനുഭവപ്പെടുന്നു. അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ആ ശക്തിയില്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെ തുടരാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിനീതമായി തിരിച്ചറിയുന്നു. ദീർഘകാലം അഭിനേതാക്കളായി ജീവിച്ചവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ട് മനുഷ്യർക്ക് മടുക്കുന്ന കാലം വരെ എന്നെ ഇരുത്തരുത് എന്നാണ്. പ്രേക്ഷകരുടെ ആ മടുപ്പിൽ നിന്നും അഭിനേതാക്കളെ രക്ഷിക്കുന്ന കവചം കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എഴുത്തുകാരാണ്. അതിനെ സംവിധാനം ചെയ്ത് ഒരുക്കുന്ന സംവിധായകരാണ്. പകർത്തുന്ന ഛായാഗ്രാഹകനാണ്. അഭിനേതാവ് ഒരു പിടി കളിമണ്ണ് മാത്രമാണ്. പ്രതിഭകളുടെ കൈ സ്പർശിക്കുമ്പോൾ അതിന് വ്യത്യസ്ത രൂപങ്ങൾ ലഭിക്കുന്നു. ആ രൂപം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനേതാവ് തൻ്റെ കർമ്മം നിർവഹിക്കുന്നു. ഏത് കലാകാരനും എന്ന പോലെ ജീവിതത്തിലും കരിയറിലും ഉയർച്ചകളും താഴ്ചകളും എനിക്കുണ്ടായിട്ടുണ്ട്. വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന പഴിയും വിമർശനങ്ങളും ശകാരങ്ങളും
ഞാനും അനുഭവിച്ചിട്ടുണ്ട്. രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത്. മോഹൻലാൽ അനായാസമായി അഭിനയിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. എനിക്ക് അഭിനയം അനായാസമായ ഒരു കാര്യമല്ല എന്നതാണ് സത്യം. ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ദൈവമേ എന്ന് മനസ്സിൽ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാനിപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലേക്ക് ചെല്ലാറുള്ളൂ. എനിക്കിത് ചെയ്യാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാകാറുണ്ട്. കാണുന്നവർക്ക് ഞാൻ അനായാസമായി അഭിനയിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അത് എനിക്ക് പോലും അറിയാതെ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത്. ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ ജോലി തന്നെയാണ് എൻ്റെ ഈശ്വരൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏത് കാര്യവും ഉപാസനാനിഷ്ഠമായ മനസ്സോടെ കാലങ്ങളോളം ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യം തന്നെയായിത്തീരും. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതിലല്പം എക്സ്റ്റസി ഉണ്ട്. ഞാൻ എന്ന ഈഗോ അവിടെ ഇല്ലാതായിത്തീരുന്നു. ചെയ്യുന്ന ആ കർമ്മമായി ഞാൻ മാറുന്നു. അതിനുശേഷം ഞാനാണിത് ചെയ്തത് എന്ന അഹങ്കാരം ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഫലത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നുമില്ല. നാം ഒരു നിമിത്തം മാത്രമായി തീരുന്ന ഉന്നതമായ ഒരവസ്ഥയാണത്. ജീവിതം ഒരു യജ്ഞമായി തീരുന്ന പരമമായ സ്ഥിതി. എനിക്കത് അഭിനയമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ ദൈവം. ഏത് കലാകാരനും ലഭിക്കുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നത് അയാളുടെ കരങ്ങളാണെങ്കിലും അത് എത്തിച്ചേരുന്നത് അയാളെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച സമൂഹത്തിലേക്കാണ്. കാഴ്ചക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കലാകാരനോ കലാകാരിയോ ഉണ്ടാകില്ലായിരുന്നു. അക്കാര്യം എല്ലാ കാലത്തും ബോധ്യമുള്ളത് കൊണ്ടാണ് എനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും മലയാളിക്കും മലയാളത്തിനും കേരളത്തിനാകെയും ലഭിച്ചവയാണ് എന്ന് ഞാൻ പറയാറുള്ളത്. ഈ പുരസ്കാരവും അങ്ങനെ തന്നെ മഹത്തായ നിരവധി പുരസ്കാരങ്ങൾ ഇടചേർന്നിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ വിശാലമായ ഷോക്കേസിൽ എനിക്ക് ലഭിച്ച ഈ പുരസ്കാരവും ഞാൻ സമർപ്പിക്കുന്നു. ഈ സ്വീകരണത്തെ കേരളത്തിൻ്റെ സ്വീകരണമായി ഞാൻ കണക്കാക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ സ്വീകരണമായി ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. വിട പറഞ്ഞു പോയ എൻ്റെ അച്ഛനെയും ജ്യേഷ്ഠനെയും ഞാൻ ഈ നിമിഷം മനസ്സാ സ്മരിക്കുന്നു. ഇപ്പോഴും എനിക്കൊപ്പമുള്ള ഈ നഗരത്തെ അത്യധികം സ്നേഹിക്കുന്ന അമ്മയെയും എന്നും എൻ്റെ താങ്ങും തണലായിരിക്കുന്ന എൻ്റെ കുടുംബത്തെ ഞാൻ ഓർക്കുന്നു. എന്നും എൻ്റെ സൗഹൃദത്തിന് വലിയ വില കൊടുത്ത് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നു. എൻ്റെ പൂർവ്വ സൂരികളെ വണങ്ങുന്നു. എൻ്റെ നാടിൻ്റെ മണ്ണിൽ വെച്ച് ഇത്രയും ഗംഭീരമായി സ്വീകരണമൊരുക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോടും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോടും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോടും എന്നെക്കുറിച്ച് ആദ്യമായി ഒരുപക്ഷെ ഞങ്ങൾ ഒരുപാട് സദസ്സിലും എന്നെപ്പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റ് ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവർക്കും, എന്നാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കും, നിയമസഭാ സാമാജികർക്കും, അതുപോലെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാറ്റിലുമുപരി മലയാള ഭാഷയെയും സംസ്കാരത്തെയും ഞാൻ നമസ്കരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ജയ് ഹിന്ദ്.